പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 മെയ് മാസം 1-ാം തീയതി ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ വാഴ്ത്തുവാൻ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചല്ലേ. അത്ഭുതകരമായി നടത്തിയ ദൈവത്തിന് കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞേ സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കരം ഉയർത്തിപ്പിടിച്ച് സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ ഈ രാവിലെ ഉണർത്തിയതിനായിട്ട് കർത്താവിൻ്റെ കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ, കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്ന ദൈവത്തിന്, ഇതുവരെ നമ്മളെ പുലർത്തിയ ദൈവത്തിന്, നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്ന് നമ്മളെ അത്ഭുതമായി നടത്തിയ നല്ല കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, 54-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യം, ഇതാ ദൈവം എൻ്റെ സഹായകനാകുന്നു, കർത്താവിൻ്റെ പ്രാണനെ താങ്ങുന്നവരോട് കൂടെയുണ്ട്. ആമേൻ. 6-ാമത്തെ വാക്യം പറയുന്നത്, സമാധാനത്തോടെ ഞാൻ കർത്താവിന് സ്വമേധാദാനത്തോടെ ഞാൻ കർത്താവിന് ഹനനയാഗം കഴിക്കും. യഹോവേ, അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിനെ സ്തോത്രം ചെയ്യും. യഹോവേ, അങ്ങയുടെ നാമം നല്ലതെന്ന് ചൊല്ലി ഞാൻ അതിന് സ്തോത്രം ചെയ്യും. ഈ കരം ഉയർത്തി പറ, കർത്താവേ, അങ്ങയുടെ നാമം നല്ലതാകുന്നു, ആ നാമത്തെ ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശബ്ദം ഇവർ കേൾക്കുമ്പോൾ ഇവരുടെ ഉള്ളിൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും നിറയപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ മേൽ ദൈവിക ആരോഗ്യമുണ്ടാകട്ടെ, ദൈവിക സമാധാനമുണ്ടാകട്ടെ, ദൈവിക സമൃദ്ധി ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് കണ്ട് ഈ മാസം, പുതുമാസം ഇവർ ദൈവ പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് പൈൽസിൻ്റെ അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സൗഖ്യമാകട്ടെ. കോൺസ്റ്റിപ്പേഷനാൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ. ദൈവിക ആരോഗ്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ അവൻ വെളിവാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്ത്, കണ്ണുമായിട്ടുള്ള ബന്ധത്തിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കണ്ണ് ഡ്രൈ ആയി പോകുന്ന അനുഭവങ്ങൾ, കണ്ണിൽ നിന്ന് നിരന്തരം കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെയും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുകൂടാതെ കർത്താവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അവൻ സാമ്പത്തിക സമൃദ്ധി തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, മറ്റ് പ്രയാസങ്ങളാൽ കഴിയുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം, വിടുവിക്കണം. കുഞ്ഞുങ്ങൾ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഉന്നതമായ വിജയം കൊടുത്ത് അനുഗ്രഹിക്കണം. ഈ മെയ് മാസത്തിൽ അവർക്ക് നല്ല ജയം കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ ഗ്രേസ് അവരോട് കൂടെ ഇരിക്കട്ടെ, സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാനിക്കണമേ, ആദരിക്കണമേ. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ 3-ാം ദിവസം കർത്താവെ, ഇന്ന് പ്രാർത്ഥനയോടും ഉപവാസത്തോടും അങ്ങനെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുകയും അവരുടെ സകല ആവശ്യങ്ങളിലും കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കുകയും ചെയ്യുന്നതിന് സ്തോത്രം. കർത്താവ് അവരെ അനുഗ്രഹിക്കണം, ആദരിക്കണം, മാനിക്കണം. ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും ബ്ലസ്ഡ് ആകണം. നാളത്തെ സഭായോഗം ഏറ്റവും ശ്രേഷ്ഠകരമായി തീരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. സകല മഹത്വം പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് വൈകിട്ട് നമുക്ക് മീറ്റിംഗ് ഉണ്ട്. ഇന്ത്യൻ സമയം 9:30 ആരംഭിക്കും, 9:30 മുമ്പ് ആരംഭിക്കും. നാളെ കർത്താവ് അനുവദിച്ചാൽ രാവിലെ ഇന്ത്യൻ സമയം 8 മണിക്ക് നമ്മുടെ സഭായോഗം. ഇത് രണ്ടിലും നിങ്ങൾ പങ്കെടുക്കണം, മിസ് ചെയ്യരുത്. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാന്നിധ്യത്തിൽ കർത്താവ് നിങ്ങളെ മറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ, ഈ പുതിയ മാസത്തിൻ്റെ പ്രഭാതം നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ
5 മാസക്കാലം 4 മാസക്കാലം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ കർത്താവ് അത്ഭുതകരമായി നടത്തി. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് കഴിഞ്ഞ 4 മാസക്കാലം അത്ഭുതമായി നടത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഈ പുതുമാസം ആരംഭിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ആമേൻ. 136 സങ്കീർത്തനം ആരംഭവാക്യത്തിൽ പറഞ്ഞു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, ഹല്ലേലൂയ, ഗീവ് താങ്ക്സ് അൺടു ദ ലോർഡ്, ദൈവത്തിന് നന്ദി പറയുവീൻ. ഈ പുതുമാസം തുടങ്ങുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ 1-ാം തീയതി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആമേൻ, കർത്താവ് കഴിഞ്ഞ 4 മാസക്കാലം ചെയ്തതോർത്ത് കർത്താവിന് നന്ദി പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തിരക്കിലായിരിക്കാം, നിങ്ങൾ ജോലിയിലായിരിക്കാം, നിങ്ങൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം, നിങ്ങൾ ഒരുപക്ഷെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, മേ ബി എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്നത്. എന്നാൽ ഈ സമയം നിങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കഴിഞ്ഞ 4 മാസക്കാലം ദൈവം നടത്തിയ ഹല്ലേലൂയ അത്ഭുതങ്ങൾക്കായിട്ട്, ആമേൻ, കർത്താവ് നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യാം. എന്താ ഗീവ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? കർത്താവ് ചെയ്തതൊന്ന് അക്നോളജ് ചെയ്യുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. ആ കർത്താവിനെ ഒന്ന് ആരാധിക്കുവാൻ, കർത്താവ് ഇത്രത്തോളം നമ്മളെ അത്ഭുതകരമായി കൊണ്ടുവന്നതിന് ഒന്ന് സ്തോത്രം ചെയ്യാനുള്ള അവസരമാണ്. എന്നിട്ട് പറയുക, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ. എന്ന് വെച്ചാൽ കർത്താവ് മനസ്സുകൊണ്ട് നല്ലവനെന്ന് മാത്രമല്ല, അവൻ നമുക്ക് വേണ്ടി ദയാലുവായിരുന്നു, നമ്മളോട് സ്നേഹം ആയിരുന്നു, അവൻ നമുക്ക് പ്രയോജനകരമായിരുന്നു കഴിഞ്ഞ മാസക്കാലം. അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. എന്ന് വെച്ചാൽ നമ്മളോടുള്ള അവൻ്റെ സ്നേഹത്തിൻ്റെ ആ നിയമം, ആമേൻ, അതൊരിക്കലും മാറാത്തതും നിലനിൽക്കുന്നതുമാകിയാൽ കർത്താവിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ മാസക്കാലം ഓരോ ദിവസവും നമ്മൾ ഉണർന്നത് കർത്താവിൻ്റെ കൃപയായിരുന്നു. കഴിഞ്ഞ മാസക്കാലം ഓരോ ദിവസവും നമ്മുടെ യാത്രകളിൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചത് കർത്താവിൻ്റെ ദയയായിരുന്നു. കഴിഞ്ഞ മാസക്കാലം ഓരോ ദിവസവും നമുക്ക് ആവശ്യമായ ആഹാരം ലഭിച്ചത്, വസ്ത്രം ലഭിച്ചത് കർത്താവിൻ്റെ ദയയും കരുണയുമായിരുന്നു. കഴിഞ്ഞ മാസക്കാലം നമ്മളെ ആ ടെൻഷനുകളിൽ നിന്ന് വിടുവിച്ചത്, ഭയത്തിൽ നിന്ന് വിടുവിച്ചത്, നഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചത് ദൈവത്തിൻ്റെ കരുണയായിരുന്നു. അതിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഉണർത്തിയതിന് സ്തോത്രം. നമ്മളെ എല്ലാ ദിവസവും സംരക്ഷിച്ചതിന് സ്തോത്രം. എല്ലാ ദിവസവും നമുക്ക് ആവശ്യമായ പ്രൊവിഷൻസുകൾ തന്നതിന് സ്തോത്രം. നമ്മളെ ടെൻഷനിൽ നിന്ന് വിടുവിച്ചതിന്, ഭയത്തിൽ നിന്ന് വിടുവിച്ചതിന്, നഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചതിനൊക്കെ ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ അവിശ്വസ്തരായിരുന്നപ്പോഴും കർത്താവ് വിശ്വസ്തയോടെ കർത്താവ് നമ്മളെ പരിപാലിച്ചതിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ 136 സങ്കീർത്തനം നമ്മളെ ഓർപ്പിക്കുന്നത് പഴയ നിയമത്തിൽ അവർ കടന്നുപോയ സാഹചര്യങ്ങൾ, അവരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചത്, അവരെ മരുഭൂമിയിൽ സംരക്ഷിച്ചത്, അവർക്ക് ആവശ്യമായ ആഹാരം കൊടുത്തത്, ഈ 136 സങ്കീർത്തനത്തിൽ ഓരോ വാക്യങ്ങളും പറയുന്നു അവൻ്റെ ദയ എന്നും എന്നേക്കുമുള്ളത്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തത് നമ്മൾ മറന്നു പോകല്ലേ. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഇല്ലേ ഓരോരോ ടെസ്റ്റ് മണീസ് പറയുവാൻ. കഴിഞ്ഞ മാസം കർത്താവ് ചെയ്തത്, കഴിഞ്ഞ മാസം കർത്താവ് നിലനിർത്തിയത്, കർത്താവ് നമ്മളെ പരിപാലിച്ചത് നമുക്കും പറയാനായിട്ട് ഒത്തിരിയില്ലേ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന് ശബ്ദമുയർത്തി സ്തോത്രം പറയണം. എഴുതി വെച്ചിട്ട് സ്തോത്രം പറയണം. നമ്മുടെ ടെസ്റ്റ് മണി മറ്റുള്ളവരോട് പറയണം ഈ പകൽക്കാലം. ഈ പകൽക്കാലം നമ്മൾ നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുക. ഈ മെയ് മാസത്തിൻ്റെ ആരംഭ ദിവസം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കാതെ സ്തോത്രത്തിന് വേണ്ടി മാറ്റിവെക്കുക. പറഞ്ഞില്ലേ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. 1, 2 ഒരു പേപ്പർ എടുത്ത് എഴുതി വെക്കുക ദൈവം ചെയ്ത നന്മകളെ, എന്നിട്ട് സ്തോത്രം പറയുക. 3, നിങ്ങളുടെ സ്റ്റോറി, നിങ്ങളുടെ ടെസ്റ്റ് മണി മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക ഇന്നത്തെ ദിവസം. 4, നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്നത്തെ പകൽക്കാലം ജീവിക്കുക. അതുകൊണ്ട് യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം പറയാം. കർത്താവേ, ഞങ്ങളെ കുടുംബങ്ങളായി, സഭയായി ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും കഴിഞ്ഞ 4 മാസക്കാലം നടത്തിയതിന് സ്തോത്രം. പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം, അതിശയമായി നടത്തിയതിന് സ്തോത്രം. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു. കർത്താവേ, ഈ പുതിയ മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ മെയ് മാസത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഓരോ ദിവസങ്ങളെയും മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ കർത്താവ് അനുവദിച്ച നാളത്തെ സഭായോഗത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയും പുതിയ മാസത്തെ അനുഗ്രഹിക്കുകയും ചെയ്യും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലെസ്ഡ്. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.